ഇന്ന് രാവിലെ 11 മണിയോടുകൂടിയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പൽക്കും സൂപ്രണ്ടിനും ബോംബ് വെച്ചിട്ടുണ്ടെന്ന ഭീഷണി സന്ദേശം മെയിൽ വഴി വന്നത്. സുനിയ ദാസൻ എന്ന പേരുള്ള ഔട്ട്ലുക്ക് ഐഡിയിൽ നിന്നാണ് ഇത്തരത്തിലൊരു മെയിൽ സന്ദേശം വന്നത്. കഴിഞ്ഞ മാസവും സമാന രീതിയിൽ ഒരു മെയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ലഭിച്ചിരുന്നു. അതായത് ഉച്ചയ്ക്ക് 1:15 ബോംബ് പൊട്ടുമെന്നായിരുന്നു സന്ദേശത്തിൽ പ്രധാനമായും പറഞ്ഞത്. ഇതേ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ACPയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും ഡോഗ് സ്ക്വാഡും ബോംബ് സ്ക്വാഡും ഒക്കെ എത്തി വിശദമായ പരിശോധന മെഡിക്കൽ കോളേജിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തുകയും അങ്ങനെ ഒരു പ്രശ്നം മെഡിക്കൽ കോളേജിൽ ഇല്ലെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ചില പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഈ മെയിലിലൂടെ ഈ മെയിൽ അയച്ചവർ പങ്കുവയ്ക്കാൻ ഉദ്ദേശിച്ചിരുന്നത്. അതായത് 1979 നൈനാർ ദാസ് കമ്മീഷന്റെ ശുപാർശകൾ നടപ്പിലാക്കണമെന്നാണ് ഈ മെയിൽ അയച്ചവർ അതിൽ പ്രത്യേകമായി ഈ മെയിലിൽ പറയുന്നത്. അതിൽ തന്നെ പറയുന്നത്, ഞങ്ങളുടെ ശബ്ദം ലോകത്തെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങനെയൊരു പ്രവൃത്തി നടത്തുന്നത് എന്ന് പറയുന്നു. അതോടൊപ്പം എങ്ങനെയാണ് ബോംബ് പൊട്ടുന്നത് എന്ന് അതിൽ വിശദീകരിക്കുന്നുണ്ട്. 19 RDX IED ബോംബുകൾ മെഡിക്കൽ കോളേജിന്റെ വിവിധ സ്ഥലങ്ങളിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ബോംബ് പൊട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള 1-2 ആളുകൾ മെഡിക്കൽ കോളേജിലേക്ക് എത്തുകയും ട്രിഗറുകൾ അമർത്തി ബോംബ് പൊട്ടിക്കുകയും ചെയ്യും എന്നാണ് അതിൽ പറയുന്നത്. ഏതെങ്കിലും വിധേന അവരുടെ പദ്ധതി പാളിക്കഴിഞ്ഞാൽ ചാവേറായിട്ട് മെഡിക്കൽ കോളേജിന്റെ അകത്തേക്ക് 2 പേർ കയറുകയും അവിടുത്തെ ജീവനക്കാർക്കും വിദ്യാർത്ഥികൾക്കും ഒപ്പം സ്വയം ചാവേറായി പൊട്ടിത്തെറിക്കുമെന്നുമൊക്കെയായിരുന്നു ഈ മെയിലിൽ പറഞ്ഞിരിക്കുന്ന ഒരു വിശദീകരണമായിട്ട് ഇവർ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇതൊരു വ്യാജ മെയിലാണ്, മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല എന്ന്, ആശങ്കയുടെ സാഹചര്യമില്ല എന്ന് അവിടെ വിശദമായ പരിശോധന നടത്തിക്കൊണ്ട് ഇപ്പോൾ പോലീസും മറ്റു സംവിധാനങ്ങളുമൊക്കെ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ഇംതിയാസ് കരീം, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.